പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗായ്സ്, ഇന്നിപ്പോൾ ഒരു മാംഗോ പിക്കിളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആയല്ലോ, അപ്പോൾ മക്കൾക്കൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബാ. അപ്പോൾ നമുക്ക് ആ ഒരു പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. കുറച്ച് മുളക് പൊടി, ഇത് ഉലുവാപ്പൊടി, ഇച്ചിരി നമ്മുടെ കടുക് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഇത് ക്രഷ് ചെയ്ത കടുക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, 2 മുളക്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാങ്ങ, ഓയിൽ, പിന്നെ കുറച്ച് വെള്ളം, കായം. ഇത്രയും നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബാ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാളത്തേക്കാണ് നമ്മൾ അച്ചാർ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഒരു 4-5 സ്പൂൺ എണ്ണ, കുറച്ച് മതി, നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്കതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചെറിയ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പം ചെറുതായിട്ട് ചൂട് ആയിട്ടുണ്ട് ഓയിൽ. നമുക്ക് ഇത് ക്രഷ് ചെയ്യാത്ത കടുകാണ്. അത് നമുക്ക് ശകലം താളിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് കട്ടി കായമാണ്, അതായത് കട്ട കായമാണ്. അപ്പോൾ ആ കട്ട കായത്തിൻ്റെ ഒരു പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കായ പൊടിയാണെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടെ മണവും ഗുണവും കിട്ടുന്നത് ഇതാണ്, കട്ടക്കായമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവ മാറി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് വരണ്ട, ജസ്റ്റ് ഒരു ചുവ മാറി കിട്ടിയാൽ മതി. അപ്പം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മുളക് നമ്മളെ തൊണ്ടൻ മുളകാണ്, തൊണ്ടൻ പച്ചമുളകാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഏത് മുളകാണ് ചേർക്കാം. എരി കുറച്ച് മതിയായതുകൊണ്ടാണ് ഞാൻ ആ ഒരു മുളക് ചേർത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ആ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കൂടുതലിരുന്ന് കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള അത്ര എരി, ഇത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതൊരു 3 സ്പൂണ് ഇടുവാണ്. അത് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് കിടന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്താണ് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഉലുവയാണ്, കയ്ക്കും ആ ഒരു മണവും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇടുക. അപ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളം ഈ ഒരു സ്റ്റേജിലാണ് വീഴ്ത്തേണ്ടത്. നമ്മൾ വീഴ്ത്തുന്നുണ്ടേ. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്യാൻ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കുറവായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചത്. സാധാരണ നമ്മൾ ഉപ്പുപൊടി യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം, അവരുടെ ഇഷ്ടം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതെല്ലാം ഒന്ന് മിക്സായി വരും. പിന്നെ നമ്മൾ നേരത്തെ കായം ഉണ്ടല്ലോ, കട്ടക്കായം, ഇതിനോട് ചേർന്ന് നല്ലതാ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി ആ ഒരു നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെയും ആ ഒരു സത്തൊക്കെ ഇതിലോട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച്, ഞാൻ ലോ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത്, അതുകൊണ്ടാണ് തിള ഒന്ന് കുറവായത്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഒന്ന് നന്നായിട്ട് തിളച്ചൊക്കെ ഞാൻ ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയും കുറവുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പും അതിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടാകും, ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇത് നന്നായിട്ട് നമ്മൾ ആ നേരത്തെ ആ ഒരു ഒഴിച്ച വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമ്മളിട്ട എല്ലാ സാധനത്തിൻ്റെ സത്ത് അതിലോട്ട് അങ്ങ് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ഇതിലോട്ട് ഇടാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂടിൽ മാങ്ങ വെന്തു പോവും, പിന്നെ ഒരു കാശിനും കൊള്ളൂലായിരിക്കും. അത് ആദ്യമേ ഓർമ്മിപ്പിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളത് ആ കൂട്ടൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. തണുക്കാതെ ഒരിക്കലും മാങ്ങ ഇടരുത്, മാങ്ങ വെന്തു പോവും, പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, അതാണ് പറഞ്ഞത്. അപ്പോൾ അത് നല്ല കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്കിളിൻ്റെ മാങ്ങ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ, കാരണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഉണ്ടാക്കി സൂക്ഷിക്കണ്ട കേട്ടോ. നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കളർ കണ്ട് ആരും ഭയപ്പെടേണ്ട, ഇതിൽ അത്ര എരിയൊന്നുമില്ല, എരി കുറവാണ്. നല്ല എരി കുറവുള്ള മുളക് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഇതിന് ലാസ്റ്റ് നമ്മളൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിങ്ങനെ ഇച്ചിരി ശകലം ഇടുന്നുള്ളൂ. നമുക്ക് കടുക് പൊട്ടിച്ചത്, അതായത് കടുക് ക്രഷ് ചെയ്തതാണേ, ശകലം ഇട്ടാൽ മതി, കാരണം അതിൻ്റെ ഒരു കുത്തലുണ്ടാകും. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ടാണ് അത് ഇതിലോട്ട് ഇടേണ്ടത്. അപ്പോൾ അതും കൂടി നമ്മൾ ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക കേട്ടോ, നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നന്നായിട്ട് മാങ്ങയിട്ട് ഇതിലോട്ടൊക്കെ ഭയങ്കര മണമാണ്. ആ ഒരു നമ്മൾ ആ കട്ടക്കായി യൂസ് ചെയ്തതിൻ്റെ നല്ല മണം നന്നായിട്ട് വരുന്നുണ്ട്. ഉലുവയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു അടിപൊളി ഒരു മണം നന്നായിട്ട് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് മാങ്ങ പിക്കിൾ വരേണ്ടത്. ഇതിപ്പോൾ ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റർ ആയിട്ടുള്ള അതിൻ്റെ കുഞ്ഞിനെ ഞാൻ വിളിക്കുകയാണ്. ആ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ആളുടെ മുഖത്ത് നോക്കി നോക്കാം. കപ്പ കൊടുത്തോ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് സത്യസന്ധമായിട്ട് പറയൂ. എങ്ങനെയുണ്ട്? അങ്ങോട്ട് നോക്കി പറഞ്ഞേ നമ്മുടെ വ്യൂവേഴ്സിനോട്. അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഇടാൻ ചെയ്തേക്കണം. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ആരതിലാൽ സൈനിങ് ഓഫ്.